ദൈവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം. ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന. 13-ാം ദിവസം. ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി ദേവാലയത്തിലേക്ക് പുറപ്പെട്ട് ബലിജീവിതത്തിൻ്റെ സമ്പൂർണ്ണ വിജയത്തിന് മാതൃക നൽകുന്നു. വിജയിയായ രാജ്ഞിയോട് ആത്മാവ്: സ്വർഗീയ അമ്മേ, അങ്ങയുടെ അജയ്യമായ ശക്തി അപേക്ഷിക്കാനായി ഇന്ന് ഞാൻ അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എൻ്റെ ഹൃദയം വേദനയാൽ നിറഞ്ഞ് അതിൽ മുങ്ങിപ്പോകുന്ന ഒരനുഭവത്തിൽ എത്തി നിൽക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. ഓ എൻ്റെ അമ്മയെപ്പോലെ അങ്ങനെ അതിയായി സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം അങ്ങയുടെ കരങ്ങളിലെടുത്ത് എൻ്റെ വേദനയുടെ മേൽ വിജയം വരിക്കാനും അവയെല്ലാം ദൈവഹിതമാക്കി മാറ്റാനുമുള്ള സ്നേഹവും കൃപയും ശക്തിയും അതിൽ ദയവായി പകരണമേ. വിജയിയായ രാജ്ഞിയുടെ പാഠങ്ങൾ. എൻ്റെ കുഞ്ഞെ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ. നിന്റെ അമ്മ നിനക്കുള്ളതാണ്. ത്യാഗത്തിന്മേലുള്ള എൻ്റെ വിജയത്തിലൂടെയും സാഹസികതകളിലൂടെയും നിന്നിൽ ധൈര്യവും ആത്മശക്തിയും നിവേശിപ്പിച്ച് ദൈവഹിതം നിറവേറ്റുന്നതിനു വേണ്ടി എൻ്റെ കുഞ്ഞെ, നീ നിന്റെ വേദനകളിൽ വിജയം വരിച്ചു കാണാനും അവയെ സാഹസികമായി പിന്തുണയ്ക്കുവാനും ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞെ, ഞാൻ പറയുന്നത് കേൾക്കുക. എന്നെ കർത്താവിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ അറിയിച്ചപ്പോൾ എനിക്ക് കഷ്ടി 3 വയസ്സ് തികഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ പോവുകയാണെന്നും ഇനിയുള്ള വർഷങ്ങൾ ദൈവാലയത്തിലായിരിക്കുമെന്നും അറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം അതിയായി ആഹ്ലാദിച്ചു. എന്നാൽ എൻ്റെ ഈ സന്തോഷത്തിൻ്റെ പിന്നിൽ ഈ ഭൂമിയിൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അഭാവമുണ്ടാകും എന്നതിൻ്റെ ദുഃഖമുണ്ടായിരുന്നു. ഞാൻ തീരെ ചെറുതായിരുന്നതിനാൽ അവരുടെ പരിചരണം എനിക്ക് ആവശ്യമായിരുന്നു. മഹത്തായ 2 വിശുദ്ധരുടെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും നിറച്ചിരുന്ന ഞാൻ അവരിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ദിനം അടുത്തു വന്നപ്പോൾ അത് മരണതുല്യമായ വേദനയായി അവർക്ക് അനുഭവപ്പെടുന്നുവെന്ന് ഞാൻ കണ്ടു. എന്നിരുന്നാലും വേദനകൾക്കിടയിലും എന്നെ കർത്താവിലേക്ക് കൊണ്ടുപോകുന്ന വീരകൃത്യം ചെയ്യാൻ അവർ തീരുമാനിച്ചു. ദൈവവുമായുള്ള ബന്ധത്തിലൂടെയാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചത്. കർത്താവ് അവർക്ക് നൽകിയ മഹത്തായ സമ്മാനമായി എന്നെ അവർ കണക്കാക്കിയതിനാൽ വേദനാജനകമായ ഈ ത്യാഗം ചെയ്യാനുള്ള ശക്തി അവർക്ക് ലഭിച്ചു. അതിനാൽ എൻ്റെ കുഞ്ഞെ, ഏറ്റവും കഠിനമായ വേദനകൾ സഹിക്കാനുള്ള അജയ്യമായ ശക്തി നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കർത്താവ് നൽകിയ അമൂല്യങ്ങളായ സമ്മാനങ്ങളായി കണക്കാക്കി ദൈവത്തോട് ബന്ധപ്പെടുത്തി സൂക്ഷിക്കുക. ദൈവാലയത്തിലേക്കുള്ള എൻ്റെ പുറപ്പെടലിന് ഞാൻ ധൈര്യത്തോടെ എന്നെ തന്നെ സജ്ജമാക്കിയെന്ന് നീ അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ എൻ്റെ ഹിതത്തെ ദൈവത്തിന് സമർപ്പിക്കുകയും പരമോന്നത ഹിതം എൻ്റെ മുഴുവൻ അസ്തിത്വത്തെ സ്വന്തമാക്കുകയും ചെയ്തപ്പോൾ എല്ലാ പുണ്യങ്ങളും സ്വാഭാവികമായി ഞാൻ നേടിയെടുത്തു. എനിക്ക് എൻ്റെ മേൽ പൂർണ്ണമായ ആധിപത്യം ഉണ്ടായിരുന്നു. എന്നിലുണ്ടായിരുന്ന ഓരോ പുണ്യങ്ങളും എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ചെറിയൊരു എതിർപ്പ് പോലും ഇല്ലാതെ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തങ്ങളെ തന്നെ സ്വമനസാലെ സമർപ്പിച്ച രാജകുമാരിമാരെപ്പോലെ എന്നിൽ വാണിരുന്നു. എനിക്ക് എൻ്റെ മേൽ തന്നെ സ്വയം രാജ്ഞിയായി വാഴാനുള്ള പുണ്യമില്ലായിരുന്നുവെങ്കിൽ അവരെന്നെ രാജ്ഞിയെന്ന് വിളിക്കുന്നത് നിരർത്ഥകമാകുമായിരുന്നു. എൻ്റെ ആധിപത്യത്തിനുള്ളിൽ പരിപൂർണമായ ഉപവി, അജയ്യമായ ക്ഷമ, നിർവൃതിദായകമായ മാധുര്യം, അഗാധമായ എളിമ, മറ്റെല്ലാ സദ്ഗുണങ്ങളുടെയും അകമ്പടി എന്നിവ ഉണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യപ്പെട്ട മനുഷ്യത്വത്തിൻ്റെ ഭൂമിയെ ദൈവഹിതം എപ്പോഴും പരിപുഷ്ടവും ദുഷ്പ്രവണതകളും മുള്ളുകളും ഇല്ലാത്തതുമാക്കി തീർത്തു. അതിനാൽ പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവഹിതത്തിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടോ? അതിൻ്റെ പ്രകാശവും വിശുദ്ധിയും ശക്തിയും എല്ലാ പുണ്യങ്ങളെയും ഒരുവൻ്റെ പ്രകൃതമാക്കി മാറ്റുന്നു. എന്നാൽ വിമത സ്വഭാവമുള്ള ഒരാത്മാവിൽ വാഴുവാനായി ദൈവഹിതം തന്നെ സ്വയം താഴ്ത്തുകയില്ല. ഇല്ല, ഒരിക്കലുമില്ല. അത് വിശുദ്ധമാണ്. അത് എവിടെയെങ്കിലും വാഴണമെന്ന് ആഗ്രഹിച്ചാൽ അവിടെ മനുഷ്യപ്രകൃതി പരിശുദ്ധവും ക്രമവുമായിരിക്കണമെന്ന് അത് ആവശ്യപ്പെടുന്നു. അതിനാൽ ദൈവാലയത്തിൽ പോകുന്ന ത്യാഗത്തിലൂടെ ഞാൻ മഹത്തായ വിജയങ്ങൾ നടത്തി. ഈ ത്യാഗത്തിന്മേൽ ദൈവഹിതത്തിൻ്റെ ഒരു വിജയം എന്നിൽ രൂപപ്പെട്ടു. ഈ വിജയങ്ങളാൽ വേദനകളിൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്ന വിധം കൃപകളുടെയും വിശുദ്ധിയുടെയും പ്രകാശത്തിൻ്റെ പുതിയ സാഗരങ്ങൾ എന്നിലേക്ക് ഒഴുകിയെത്തി. ഇതിനാൽ പുതിയ വിജയങ്ങൾ കൈവരിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ എൻ്റെ കുഞ്ഞെ, നിന്റെ ഹൃദയത്തിന്മേൽ കരങ്ങൾ വെച്ച് നിന്റെ അമ്മയോട് പറയൂ. നിന്റെ പ്രകൃതം പുണ്യമായി മാറിയതായി നിനക്ക് തോന്നുന്നുണ്ടോ?
അക്ഷമയുടെ മുള്ളുകളും അസ്വാസ്ഥ്യങ്ങളുടെ വിനാശകരമായ കളകളും അവിശുദ്ധ ബന്ധങ്ങളുടെ പ്രകോപനങ്ങളും ആണോ നിനക്ക് അനുഭവപ്പെടുന്നത്? ശ്രദ്ധിക്കൂ, നിന്റെ അമ്മ പ്രവർത്തിക്കട്ടെ. നിന്റെ ഹിതത്തെ എൻ്റെ കരങ്ങളിൽ അർപ്പിക്കുക. ഇനി ഒരിക്കലും അവ വേണ്ട എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ഞാൻ ദൈവഹിതം നിന്റെ സ്വന്തമാക്കുകയും അത് ഇവയെല്ലാം നിന്നിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അനേക വർഷങ്ങളായി നീ ചെയ്യാതിരുന്നത് ഒരു ദിവസം കൊണ്ട് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിശുദ്ധിയുടെയും തുടക്കമായി അത് ഭവിക്കും. ആത്മാവ്, പരിശുദ്ധ അമ്മേ, അങ്ങയുടെ കുഞ്ഞിനെ സഹായിക്കണമേ. എൻ്റെ ആത്മാവിനെ സന്ദർശിച്ചാലും ദൈവഹിതമല്ലാത്തതായി എന്നിൽ കണ്ടെത്തുന്നതെല്ലാം അങ്ങയുടെ മാതൃകരങ്ങളാൽ എന്നിൽ നിന്ന് പിഴുതു മാറ്റുക. എന്നിലുള്ള എല്ലാ മുള്ളുകളും വിനാശകരമായ കളകളും കത്തിച്ചു കളയുകയും എൻ്റെ ആത്മാവിൽ വാഴുന്നതിനായി ദൈവഹിതത്തെ അങ്ങ് തന്നെ വിളിക്കുകയും ചെയ്യണമേ. ചെറിയ ത്യാഗം. ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി നിന്റെ ആത്മാവിനെ സന്ദർശിക്കുന്നതിന് 3 പ്രാവശ്യം എന്നെ ക്ഷണിക്കുക. ഒപ്പം എൻ്റെ ഇഷ്ടാനുസരണം നിന്നിൽ പ്രവർത്തിക്കാൻ എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകുക. സുകൃത ജപം. സർവാധിപയായ രാജ്ഞി, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലെടുത്ത് അതിനെ പൂർണ്ണമായും ദൈവഹിതമായി രൂപാന്തരപ്പെടുത്തണമേ.